إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് നൽകുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ച ഒരു കാര്യം വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നുണ്ട്. وَإِذْ قَالَ إِبْرَاهِيمُ رَبِّ أَرِنِي كَيْفَ تُحْيِي الْمَوْتَى. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹുവേ, എന്റെ റബ്ബേ, എങ്ങനെയാണ് നീ മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്നത് എന്ന് എനിക്ക് കാണിച്ചു തരണം. അള്ളാഹു ചോദിച്ചു, അവലം തുഅ്മിൻ, നീ വിശ്വസിച്ചിട്ടില്ലേ? വിശ്വാസത്തിൽ കുറവുള്ളത് കൊണ്ടാണോ, വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ നീ ചോദിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ബല, എനിക്ക് വിശ്വാസമുണ്ട്, ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. വലാകിൻ ലിയത്മഇന്ന ഖൽബി, പക്ഷെ എന്റെ ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്നതിന്, ഈമാൻ കൊണ്ടും യഖീൻ കൊണ്ടും ഹൃദയത്തിന് സമാധാനവും ഉറപ്പും ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ചോദിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ സഹോദരങ്ങളെ നമുക്ക് വലിയ പാഠമുണ്ട്. അള്ളാഹുവിന്റെ നബിയും അള്ളാഹുവിന്റെ റസൂലും ഖലീലുമായ പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് നേരിൽ കാണാവുന്ന ഒരു ദൃഷ്ടാന്തം ചോദിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് ചോദിക്കുന്നത്? അള്ളാഹുവിൽ ഉറപ്പ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അവനിലുള്ള വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യവും, അങ്ങനെ മനസ്സിന് സമാധാനവും ലഭിക്കുന്നതിനു വേണ്ടിയാണ്. സഹോദരങ്ങൾ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ ചോദിച്ചു എങ്കിൽ യഖീൻ നേടാനുള്ള മാർഗം അത് സ്വീകരിച്ചു എങ്കിൽ നാനാഭാഗത്തു നിന്നും ഫിത്നകൾ വലിഞ്ഞു മുറുക്കിയ ഈ കാലഘട്ടത്തിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ ഈമാനിൽ യഖീനും സ്ഥിരതയും ദൃഢതയും ലഭിക്കുവാൻ, അതുമൂലം മനസ്സിന് സമാധാനമുണ്ടാകുവാൻ എത്രത്തോളം വലിയ ആവശ്യകതയിലാണ് ഉള്ളത് എന്ന് ചിന്തിച്ചു നോക്കുക. സഹോദരങ്ങളെ, യഖീനിലേക്ക്, ദൃഢമായ വിശ്വാസത്തിലേക്ക് വളരെ ആവശ്യക്കാരാണ് ഞാനും നിങ്ങളും.
ഈ ഫിത്ന നിറഞ്ഞ കാലഘട്ടത്തിൽ ഒരു മുഅ്മിനിനെ അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനമായും വേണ്ടത് യഖീനാണ്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിച്ചതായി കാണാം, ഫിത്നകൾ നിറഞ്ഞ കാലഘട്ടത്തിൽ വിശ്വാസത്തിൽ യഖീനില്ല എങ്കിൽ വലൗ ശുക്കികൂ ലശക്കൂ, അവന് സംശയം ജനിപ്പിക്കപ്പെട്ടാൽ അവന്റെ വിശ്വാസത്തിന് ഭംഗം വരുത്തുന്ന രീതിയിലുള്ള ആശയക്കുഴപ്പങ്ങൾ കൊണ്ട് അവനിൽ സംശയം ജനിപ്പിച്ചാൽ അവനെ ആ സംശയം കീഴടക്കും, അവൻ മുർത്തദ്ദായി ദീനിൽ നിന്ന് പുറത്തുപോകും. അതുകൊണ്ട് ഈമാനിൽ സ്ഥൈര്യം ലഭിക്കുവാനുള്ള മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഈമാനിൽ യഖീൻ ലഭിക്കുവാൻ, ഉറപ്പ് ലഭിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ കാര്യമാണ് ദീനിലെ ഉപകാരപ്രദമായ വിജ്ഞാനം നേടിയെടുക്കുക എന്നുള്ള കാര്യം. അത് എല്ലാ ഖൈറിന്റെയും എല്ലാ നന്മയുടെയും അടിസ്ഥാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് ഒരുവനെ അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉപകാരപ്രദമായ വിജ്ഞാനമാണ്. എങ്കിലും യഖീൻ അത് വർദ്ധിപ്പിക്കുവാൻ നമ്മെ സഹായിക്കുന്ന പ്രത്യേകം ചില വിജ്ഞാന ശാഖകളുണ്ട്. നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന, നമുക്ക് ഉറപ്പ് നൽകുന്ന, അള്ളാഹുവിനോടുള്ള ഭയം വർദ്ധിപ്പിക്കുന്ന, അള്ളാഹുവിന്റെ മഹാത്മ്യം തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന ഒരുപാട് വിജ്ഞാന ശാഖകളുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ തൗഹീദിനെ കുറിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഏകത്വത്തിനെ കുറിച്ച്, അള്ളാഹുവിന്റെ അസ്തിത്വത്തിനെ കുറിച്ച്, അതിനെക്കുറിച്ചുള്ള തെളിവുകളെ കുറിച്ച് കൃത്യമായി ചിന്തിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈമാനിൽ യഖീനിൽ വർധനവുണ്ടാക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൗഹീദിനെ കുറിച്ചുള്ള തെളിവുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്തിത്വത്തിനെ കുറിച്ചുള്ള തെളിവുകൾ, അല്ലാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ നിശ്ചയിച്ച നൈസർഗികമായ മാർഗനിർദ്ദേശനങ്ങൾ, അവർക്ക് അല്ലാഹു നൽകിയ വഴികാട്ടലുകൾ, ഇതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അസ്തിത്വത്തിനുള്ള തെളിവുകളാണ്. ഇതിനെ കൃത്യമായി മനസ്സിലാക്കിയാൽ, ഇതിനെക്കുറിച്ച് കൃത്യമായി ചിന്തിച്ചാൽ അവന്റെ യഖീൻ വർദ്ധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. തൗഹീദ് കൂടുതലായി പഠിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് എത്തിക്കുന്ന അവന്റെ സൃഷ്ടിപ്പുകൾ, അതിനെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുക. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിന്റെ അസ്തിത്വത്തിനുള്ള തെളിവുകളാണ്, അല്ലാഹുവിന്റെ തൗഹീദിനെ കുറിച്ചുള്ള തെളിവുകളാണ്. അല്ലാഹു അഹദാൻ, അവൻ ഏകനാണ്. അല്ലാഹുവിന് യാതൊരുവന്റെയും സഹായം ആവശ്യമില്ല. അവൻ ജനിച്ചിട്ടില്ല, അവൻ ജനിപ്പിച്ചിട്ടുമില്ല, അവന് തുല്യനായി യാതൊന്നുമില്ല. അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ അം ഖലഖുസ് സമാവാതി വൽ അർദ് ബൽ ലാ യൂഖിനൂൻ. അല്ലാഹു ഉണ്ട് എന്നതിനുള്ള തെളിവ് അല്ലാഹു സ്ഥാപിക്കുകയാണ്. മനുഷ്യർ അവർ ഒന്നിലുമില്ലാതെ വെറുതെ അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതാണ്. വെറുതെ എങ്ങനെ ഉണ്ടാകുക? അതല്ല, അവർ തന്നെയാണോ അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്? അവരാണോ ആകാശഭൂമികൾ, ഈ വിശാലമായ ഭീമമായ അല്ലാഹുവിന്റെ ഈ സൃഷ്ടിപ്പുകൾ അവരാണോ നടത്തിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. ഇങ്ങനെ അല്ലാഹുവിന്റെ അസ്തിത്വത്തിനെ അറിയിക്കുന്ന, അല്ലാഹുവിന്റെ കഴിവിനെയും അല്ലാഹുവിന്റെ ഏകത്വത്തിനെയും അറിയിക്കുന്ന തെളിവുകൾ ധാരാളമായി പഠിച്ചു മനസ്സിലാക്കിയാൽ നമ്മുടെ യഖീൻ വർദ്ധിക്കും, ഈമാൻ വർദ്ധിക്കും എന്നുള്ളതാണ്. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പിലുള്ള പരിപൂർണത, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിലുള്ള ആ പരിപൂർണമായ ഘടന, അത് ചിന്തിച്ചു നോക്കുക. അല്ലാഹു അവന്റെ സൃഷ്ടികളിൽ
നിർണയിച്ച നൈസർഗികമായ മാർഗനിർദ്ദേശനങ്ങൾ ചിന്തിച്ചു നോക്കുക. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. നമ്മുടെ റബ്ബ് എല്ലാത്തിനെയും അതിന്റെ സൃഷ്ടിപ്പ് നൽകിയവനാണ്. അവൻ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, അവർക്ക് ജീവസഹജമായ സകല കാര്യങ്ങളും അവർക്കറിയിച്ചു കൊടുത്ത് അവർക്ക് വഴി കാണിച്ചിട്ടുണ്ട്. ഒരു കോളേജുകളിലും പോകാതെ, ഒരു ക്യാമ്പസുകളിലും കയറിയിറങ്ങാതെ എങ്ങനെ ജീവിക്കാം, അവരുടെ ജീവിതം എങ്ങനെ ചിട്ടപ്പെടുത്താം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൃത്യമായ മാർഗനിർദ്ദേശനങ്ങൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അറിയിക്കുന്ന, അവന്റെ അസ്തിത്വത്തിനെയും കഴിവിനെയും അറിയിക്കുന്ന തെളിവുകളാണ്. ഇത് ചിന്തിക്കണം. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ചിന്തിക്കുന്നവർക്ക് അവരുടെ ഈമാനിൽ, അവരുടെ ദൃഢതയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, രാവും പകലും മാറി മാറി വരുന്നതിൽ, അതിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന അല്ലാഹു എത്രയാണ് വിശുദ്ധ ഖുർആനിൽ അവന്റെ സൃഷ്ടിപ്പിലേക്ക് നോക്കുവാൻ, അവന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കുവാൻ, അവന്റെ സൃഷ്ടി വൈവിധ്യങ്ങളിൽ അത്ഭുതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ മനുഷ്യന്മാരോട് കൽപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ല, അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്. അവർ ഒട്ടകങ്ങളിലേക്ക് നോക്കുന്നില്ലേ, എങ്ങനെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന്. വഇലസ് സമാഇ കൈഫ റുഫിഅത്. ആകാശങ്ങളിലേക്ക് അവർ നോക്കുന്നില്ലേ, എങ്ങനെയാണ് ഒരു തൂണുകളുമില്ലാതെ മനുഷ്യരുടെ മുകളിലേക്ക് അത് വീഴാതെ, അതിനെ തൂണുകളില്ലാതെ നീല നിറം കൊടുത്ത് അതിനെ അല്ലാഹു ഉയർത്തി വച്ചിരിക്കുന്നത് എന്നവർ നോക്കുന്നില്ലേ. വഇലൽ ജിബാലി കൈഫ നുസിബത്. പർവ്വതങ്ങളിലേക്ക് മനുഷ്യരുമായി ഭൂമി ആടി ഉലയാതിരിക്കുവാൻ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല പർവ്വതങ്ങൾ കൊണ്ട് പിടിച്ചു നിർത്തിയത്. ആ പർവ്വതങ്ങളെ എങ്ങനെയാണ് അല്ലാഹു സുശക്തമായി നാട്ടിയിരിക്കുന്നത് എന്ന് അവർ നോക്കുന്നില്ലേ, അവർ ചിന്തിക്കുന്നില്ലേ. വഇലൽ അർദി കൈഫ സുതിഹത്. ഭൂമി എത്ര വിശാലമാണ്. ആ ഭൂമിയെ വിശാലമായി അല്ലാഹു പരത്തിവെച്ചത്. ആ ഭൂമിയെ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത് എന്നവർ ചിന്തിക്കുന്നില്ലേ, നോക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. സഹോദരങ്ങൾ, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിച്ചാൽ, അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചാൽ അത് അല്ലാഹുവിലേക്ക് എത്തിക്കുന്ന അല്ലാഹുവിന്റെ തൗഹീദിന്റെ തെളിവുകളാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു മർസൂഖ് അൽ ഖുറശി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നോക്കൂ, അൽ മഖ്ലൂഖാതു കുല്ലുഹാ മിനൻ നംലതി ഇലൽ അർശി തുറുഖുൻ ഇലാ മഅരിഫതിഹി. ഒരു ചെറിയ ഉറുമ്പ് മുതൽ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ സൃഷ്ടിയായ അർശ് വരെയുള്ള എല്ലാ സൃഷ്ടിജാലങ്ങളും അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള മാർഗങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കമില്ലാത്തവനാണ് എന്നതറിയിക്കുന്ന ഖണ്ഡിതമായ തെളിവുകളാണ് അല്ലാഹുവിന്റെ എല്ലാ സൃഷ്ടിജാലങ്ങളും. والكون كله ألسن ناطقة بوحدانيته. ഈ പ്രപഞ്ചം മുഴുവൻ അല്ലാഹുവിന്റെ ഏകത്വത്തിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നാവുകളാണ്. والعالم كتاب مفتوح. ഈ പ്രപഞ്ചം മുഴുവൻ തുറന്നു വെച്ച ഒരു പുസ്തകമാണ്. وإنما يقرأ كل واحد منه بقدر بصيرته. ഓരോരുത്തരും അവന്റെ കാഴ്ചപ്പാടിനും അവന്റെ ഉൾക്കാഴ്ചക്കും അനുസരിച്ച്, അതിന്റെ അളവനുസരിച്ച് ആ പ്രപഞ്ചമെന്ന മഹാപുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കുന്നു എന്ന് മാത്രം. നോക്കൂ, റബ്ബിലേക്ക് എത്തിക്കുന്ന അനേകായിരം തെളിവുകൾ, റബ്ബിന്റെ കഴിവിനെയും മഹത്വത്തിനെയും അറിയിക്കുന്ന ഒരുപാട് തെളിവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുണ്ട്. അത് കൃത്യമായി ചിന്തിച്ചാൽ നമുക്ക് യഖീനിൽ വർധനവുണ്ടാകും. സഹോദരങ്ങളെ, നമ്മളൊന്ന് പ്രപഞ്ചത്തിലേക്ക് ഒന്ന് പുറത്തേക്ക് കണ്ണോടിച്ചു നോക്കിയാൽ
ആയിരക്കണക്കിന് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്കാണ് നമ്മുടെ കണ്ണുകൾ ചെന്ന് പതിക്കുന്നത്. അല്ല, ആ ആയിരക്കണക്കിന് ദൃഷ്ടാന്തങ്ങൾ നോക്കിക്കാണുന്ന നമ്മുടെ കണ്ണുകൾ വരെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അതിനെ ഘടിപ്പിച്ചു വെച്ചിരിക്കുന്നു. അതിന്റെ സ്ഥാനം വളരെ അനുയോജ്യമാണ്. വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ, നിങ്ങൾ ചിന്തിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ശരീരങ്ങളിൽ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? റബ്ബിനെ മനസ്സിലാക്കുകയും അവനിലേക്ക് അടുക്കുകയും ചെയ്യുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ചോദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ അത്ഭുത പ്രതിഭാസങ്ങൾ ചിന്തിക്കുവാൻ ഒന്ന് മാറിയിരുന്ന അല്പം ചിന്തിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈമാൻ വർദ്ധിക്കുന്നത്, നിന്റെ യഖീൻ വർദ്ധിക്കുന്നത് നിനക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അതുകൊണ്ടാണ് അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നത് തഫക്കുറു സഅത്തിൻ ഖൈറുൻ മിൻ ഖിയാമി ലൈലത്തിൻ. അല്പസമയമൊന്ന് റബ്ബിനെ കുറിച്ച്, റബ്ബിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് മാറിയെന്നൊന്ന് ചിന്തിക്കുക എന്നുള്ളത് അതൊരു രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ ഖൈറാണ് എന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണുവാൻ സാധിക്കും. യഖീൻ വർദ്ധിക്കുവാനുള്ള ഒന്നാമത്തെ മാർഗം അതാണ്. രണ്ടാമത്തെ മാർഗം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രവാചകത്വത്തിന്റെ തെളിവുകളെ കുറിച്ച് പഠിക്കുക. അതിനെക്കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ വിശാലമായി വിശദീകരിച്ചിട്ടുണ്ട്. വലിയ വലിയ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ദലായിലുൻ നുബുവ്വ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന്റെ തെളിവുകൾ. ആ തെളിവുകളിൽപ്പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തേക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസാത്തുകൾ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ പരിപൂർണത, അവിടുത്തെ സ്വഭാവത്തിലെ, അവിടുത്തെ ചര്യയിലെ പരിപൂർണത, ഇതെല്ലാം പ്രവാചകത്വത്തിന്റെ അടയാളങ്ങളാണ്. ഇത് പഠിച്ചു മനസ്സിലാക്കിയാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ നിന്ന് നിയോഗിക്കപ്പെട്ടവരാണ് എന്ന് ബോധ്യപ്പെടുകയും അവിടുത്തെ ദീൻ സ്വീകരിക്കാൻ കൂടുതൽ ആവേശം ഉണ്ടാവുകയും യഖീൻ വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുക, അവിടുത്തെ സ്വഭാവ ഗുണങ്ങൾ, പരിപൂർണമായ അവിടുത്തെ ജീവിത ശൈലികൾ അത് മനസ്സിലാക്കുക. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് നോക്കൂ, വമിനൻ നാസി മൻ ദഅാഹു ഇലൽ ഈമാനി ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅരിഫത്തു സിഫാതിഹി വഅഖ്ലാഖിഹി വകമാലിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവ ജീവിത ശൈലിയിലെ പരിപൂർണത മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിച്ചത് മാത്രം കൊണ്ട് ദീനിലേക്ക് കടന്നു വന്ന ആളുകളെ കാണുവാൻ സാധിക്കും. അവർ വേറൊന്നും പഠിച്ചിട്ടില്ല, വേറൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ ചരിത്രം പഠിക്കുവാനൊന്ന് പരിശ്രമിച്ചു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവ മഹാത്മ്യങ്ങൾ അവർ മനസ്സിലാക്കി, അവർക്ക് ബോധ്യപ്പെട്ടു അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഒരുവനെ വെറുപ്പുണ്ടാക്കുന്ന ഒരു അംശം പോലുമില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവങ്ങൾ അതിപരിപൂർണമാണ് എന്നവർക്ക് മനസ്സിലായി. അവർ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും അവിടുത്തെ പ്രവാചകത്വവും കൃത്യമായി മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്താൽ നമ്മുടെ യഖീൻ വർദ്ധിക്കും എന്നുള്ളതാണ്. അടുത്തതായി ദീനുൽ ഇസ്ലാം, അതിന്റെ പരിപൂർണത, ദീനുൽ ഇസ്ലാം അതിന്റെ മഹാത്മ്യം, ദീനുൽ ഇസ്ലാമിന്റെ മനോഹാരിത, ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഇസ്ലാം അതിന്റെ എല്ലാ വശവും പരിപൂർണമാണ്. ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ എടുത്തു നോക്കുക. ശുദ്ധ പ്രകൃതിക്ക് യോജിക്കുന്ന രൂപത്തിൽ
വക്രതയില്ലാത്ത സൽബുദ്ധിയുള്ള ആളുകൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന രൂപത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ വളരെ പരിപൂർണമാണ്. ഇസ്ലാമിലെ ആരാധനാ കർമ്മങ്ങൾ എടുക്കുക, നിസ്കാരം, സകാത്ത്, നോമ്പ്, ഹജ്ജ് തുടങ്ങിയ ഇസ്ലാമിലെ വ്യത്യസ്തമായ ആരാധനാ കർമ്മങ്ങൾ എടുക്കുക. അത് വളരെ ക്രമപ്പെടുത്തപ്പെട്ട വളരെ മനോഹരമായ ആരാധനാ കർമ്മങ്ങളാണ്. ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും ഒരൊറ്റ അടിസ്ഥാനത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് മടങ്ങുന്നതാണ്. ഇസ്ലാമിന്റെ എല്ലാ കാര്യങ്ങളും റബ്ബിലേക്ക് എത്തിക്കുന്ന, റബ്ബിലേക്ക് മടക്കപ്പെടുന്ന കാര്യങ്ങളാണ്. എല്ലാം റബ്ബുമായി ബന്ധപ്പെട്ടതാണ്. ഇനി സാമ്പത്തികമായ ഇസ്ലാമിന്റെ നിയമങ്ങൾ എടുത്തു നോക്കുക. ഇസ്ലാം അനുവദിച്ച മാർഗങ്ങളിലൂടെ സമ്പാദിക്കുവാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു. ഒരാളുടെയും മുന്നിൽ കൈനീട്ടേണ്ടതില്ലാത്ത രൂപത്തിൽ ജനങ്ങളിൽ നിന്ന് ഐശ്വര്യവാനാകണം, ജനങ്ങളിൽ നിന്ന് ധന്യനാകണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അതുപോലെ തന്നെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന രൂപത്തിലുള്ള പലിശയും വഞ്ചനയും ഇടപാടുകളിലുള്ള അക്രമവും ആഭാസവും ഇസ്ലാം കൊട്ടിയടച്ചു. സാമ്പത്തികമായ നിയമങ്ങൾ ഇങ്ങനെയാണ്. ഇനി ഇസ്ലാമിന്റെ മര്യാദകൾ എടുത്തു പരിശോധിച്ചാൽ, ഇസ്ലാമിന്റെ മഹത്തായ മൂല്യങ്ങൾ എടുത്തു പരിശോധിച്ചാൽ പരിപൂർണമായ വ്യവസ്ഥയും പരിപൂർണമായ നിയമസംഹിതയുമാണ് ഇസ്ലാം എന്ന് ഒരു മനസ്സിലാക്കുവാൻ സാധിക്കും. മഹത്തായ മൂല്യങ്ങൾ, മഹത്തായ മര്യാദകൾ ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുണ്ട്. നോക്കൂ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്ന നിയമവ്യവസ്ഥയാണ്, സംഹിതയാണ് ഇസ്ലാമിന്റെ. ഇതുപോലെ ഒരു ദീൻ, ഇതുപോലെ പരിപൂർണമായ ഒരു ദീൻ ഇല്ല. ചിന്തിക്കുന്നവർക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. ഇസ്ലാമിനെ ഉപേക്ഷിക്കണം, ഇസ്ലാമിനെ നിങ്ങൾ പുറകോട്ടെറിയണം എന്ന് പറയുന്ന ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് പകരം തരാൻ, ഇതിനു പകരം വെക്കാൻ ഇതിനേക്കാൾ മൂല്യങ്ങൾ നിറഞ്ഞ മറ്റ് എന്ത് ആദർശമാണ് തോന്നിവാസങ്ങളും ആഭാസങ്ങളുമല്ലാതെയുള്ളത്? ഇസ്ലാം അത് വളരെ പരിപൂർണമാണ്. അതിന്റെ ആരാധനാ കർമ്മങ്ങൾ, വിശ്വാസരംഗങ്ങൾ, നിയമങ്ങൾ അതെല്ലാം യുക്തിക്കും ബുദ്ധിക്കും യോജിക്കുന്നതും കുറവുകളില്ലാത്തതും ന്യൂനതകളില്ലാത്തതുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈമാൻ വർദ്ധിക്കും, ഇസ്ലാമിലേക്ക് കൂടുതൽ നമുക്ക് അടുപ്പം ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദീനിനായി ഉറപ്പിച്ച് മരണം വരെ നിർത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫാസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, കേവലം പഠിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രം ഒരിക്കലും നമ്മുടെ യഖീൻ, നമ്മുടെ ഈമാൻ അത് പരിപൂർണമാവുകയില്ല. നേരെ മറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകണം. കാരണം പഠിക്കാനും മനസ്സിലാക്കുവാനും എത്രത്തോളം നമ്മുടെ ദീൻ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടോ അത്രമേൽ തന്നെ അമൽ ചെയ്യുവാൻ, പ്രവർത്തിക്കുവാൻ പ്രോത്സാഹനം നൽകപ്പെട്ടിട്ടുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, തഅല്ലമു, നിങ്ങൾ പഠിക്കുക, വീണ്ടും പഠിക്കുക. ഫഇദാ അലിംതും ഫഅമലു, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രവർത്തിക്കുക. അല്ലാഹും അവന്റെ റസൂലും ദീനിൽ നിശ്ചയിച്ച അമലുകൾ അത് പ്രവർത്തിക്കുമ്പോൾ
പ്രവർത്തനത്തിൽ നമ്മൾ സജീവമായി കഴിഞ്ഞാൽ നമ്മുടെ ഈമാൻ, നമ്മുടെ യഖീൻ അത് വർദ്ധിക്കും. പ്രത്യേകിച്ചും ഫിത്നകൾ നിറഞ്ഞ കാലഘട്ടങ്ങളിൽ അമൽ ചെയ്യുവാൻ, പ്രവർത്തനങ്ങളിൽ മുന്നേറുവാൻ വലിയ ശ്രദ്ധ നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലം വരാനുണ്ട്, ആ കാലഘട്ടത്തിൽ രാവിലെ മുഅ്മിനായവൻ വൈകുന്നേരമാകുമ്പോഴേക്ക് കാഫിറാകും. ഫിതനൻ കഖിത്ഇൽ ലൈലിൽ മുദ്ലിം, കൂരിരുട്ടിന് സമാനമായ ഫിത്നകൾ ഈ ഉമ്മത്തിനെ ബാധിക്കും. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ ബാദിറൂ ബിൽ അഅമാൽ, നിങ്ങൾ അമലുകളിൽ മുന്നേറുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇബാദത്തു ഫിൽ ഹർജി കഹിജ്റത്തിൻ ഇലൈ, ഫിത്നകൾ അധികരിക്കുന്ന കാലഘട്ടങ്ങളിൽ ഇബാദത്തുകൾ അതിൽ മുന്നേറുക, അമലുകളുമായി മുന്നേറുക എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഹിജ്റ ചെയ്യുന്നതിന് തുല്യമാണ് എന്നാണ്. അമലുകളുടെ കാര്യത്തിൽ സഹോദരങ്ങളെ നമ്മൾ ഒരിക്കലും പിന്നോട്ട് പോകുവാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലും അല്ലാഹുവും നമുക്ക് ജീവൻ നൽകുന്ന അമലുകളിലേക്ക് നമ്മളെ വിളിച്ചാൽ, നമ്മളെ ക്ഷണിച്ചാൽ, അപ്പോൾ തന്നെ അല്ലാഹുവിനും അവന്റെ റസൂലിനും നമ്മൾ ഉത്തരം നൽകുക. അല്ലാഹുവിനും അവന്റെ റസൂലിനും ഉത്തരം നൽകുക എന്ന് പറഞ്ഞാൽ, അല്ലാഹുവും റസൂലും ഒരു അമലിലേക്ക് നമ്മളെ ക്ഷണിച്ചാൽ, ഒരു അമൽ നമുക്ക് നിശ്ചയിച്ചു തന്നാൽ, ഒന്നാമതായി മാനസികമായി ആ അമലുകൾ നമ്മൾ തൃപ്തിപ്പെടുകയും മനസ്സിലേക്ക് ആ അമലിനോടുള്ള ഇഷ്ടത്തോടുകൂടി അത് സ്വീകരിക്കുകയും ചെയ്യുക. അതിനോടൊരു വെറുപ്പ്, ഒരു അസംതൃപ്തി നമ്മൾ കാണിക്കുവാൻ പാടില്ല. ആ ഒരു അമലിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയും അത് തൃപ്തിയോടുകൂടി സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അല്ലാഹുവിനെയും റസൂലിനെയും ഞാൻ അനുസരിക്കും എന്ന ദൃഢനിശ്ചയം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. ഈ അമൽ ഞാൻ എന്ത് തന്നെയായാലും ചെയ്യും എന്ന് ഉറപ്പ് നമ്മുടെ മനസ്സിൽ നമ്മൾ കൊടുക്കുക. മൂന്നാമതായി ആ അമൽ ചെയ്യുവാൻ സജ്ജമാവുക, അത് പ്രവർത്തിക്കുവാൻ തുനിഞ്ഞിറങ്ങുക. ഇത് മൂന്നും ഉണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത് ഇങ്ങനെയാണ്. അവരുടെ വിളിക്ക്, അവരുടെ ക്ഷണത്തിന് ഉത്തരം നൽകുന്നത് ഇങ്ങനെയാണ്. അതല്ലാതെ അല്ലാഹുവിന്റെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്ന, അവർ ക്ഷണിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അലസരായി മടിയന്മാരായി തിരിഞ്ഞു കളയുന്ന അവസ്ഥ നമുക്കുണ്ടാകുവാൻ പാടില്ല. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കൽപ്പനയിലേക്ക് നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, ഒരു അമലിലേക്ക് നമ്മളെ ക്ഷണിച്ചു കഴിഞ്ഞാൽ, ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ചുകൊണ്ട് അവർക്ക് ഉത്തരം നൽകിയില്ല എങ്കിൽ നമ്മൾ വഴിപിഴച്ചു പോകുവാൻ കൂടുതൽ സാധ്യതയുണ്ട്. അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും കൽപ്പനകൾ സ്വീകരിക്കുന്നില്ല, അതിന് ചെവി കൊടുക്കുന്നില്ല, നമ്മൾ പഴച്ചു പോകാൻ അത് വലിയ കാരണമാണ്. അല്ലാഹു പറയുന്നത് നോക്കൂ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ, ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹ്യീകും, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യങ്ങളിലേക്ക് അല്ലാഹുവും അവന്റെ റസൂലും നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ ഉത്തരം നൽകുക. വഅലമു അന്നല്ലാഹ യഹൂലു ബൈനൽ മർഇ വഖൽബിഹി, നിങ്ങൾ അറിയണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവനും അവന്റെ ഖൽബിനുമിടയിൽ മറയിട്ടു കൊടുക്കുന്നതാണ്. ഇമാം അൽ-സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഫഇന്ന ഹയാത്തൽ ഖൽബി വറൂഹി ബിഇബാദത്തില്ലാഹ് വലുസൂമി തഅതിഹി വതഅതി റസൂലിഹി അല അദ്ദവാം, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്ഥിരമായി അനുസരിക്കുന്നതിലാണ് ഒരുവന്റെ ഹൃദയത്തിനും ആത്മാവിനുമുള്ള ജീവനുള്ളത്. എങ്ങനെയാണ് നമ്മുടെ ആത്മാവിന്, നമ്മുടെ ഹൃദയത്തിന് എങ്ങനെ ജീവൻ വെക്കും? അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും നിരന്തരമായി അനുസരിച്ചുകൊണ്ടേയിരിക്കുക. അവരുടെ കൽപ്പനകൾ, അവരുടെ ക്ഷണങ്ങൾ അത് ശിരസാ വഹിക്കുക. അങ്ങനെയാണെങ്കിൽ ഹൃദയത്തിലും ആത്മാവിലും ജീവനുണ്ടാകും. അദ്ദേഹം പറയുന്നു, സഹ്ദറൂ
അൻ തുറദ്ദൂ അംറല്ലാഹി അവ്വല മാ യഅതീകും. അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പന അത് നിങ്ങളിലേക്ക് വന്നെത്തുമ്പോൾ അതിന്റെ ആദ്യ മാത്രയിൽ തന്നെ നിങ്ങളത് തള്ളിക്കളയുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. അല്ലാഹുവും റസൂലും ഒരു അമലിലേക്ക്, ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വിളിച്ചാൽ, ഒരു കാര്യം കൽപ്പിച്ചാൽ അതപ്പോൾ തന്നെ അനുസരിച്ചു കൊള്ളുക. അത് പിന്നിലേക്ക് വെക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ഫയുഹാലു ബൈനകും വബൈനഹു ഇദാ അറദ്തുമൂഹു ബഅദ ദാലിക. പിന്നീട് ആ അമൽ ചെയ്യുവാൻ നിങ്ങൾ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ആ അമലിനും ഇടയിൽ അല്ലാഹു മറയിടും. ആ അമൽ ചെയ്യുവാനുള്ള അവസരം, തൗഫീഖ് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അങ്ങനെ നിങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിക്കളയും എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം വിശദീകരിക്കുകയാണ്. നോക്കൂ, അമലുകൾ ചെയ്യാൻ ആഗ്രഹമുണ്ടായിട്ടും ചെയ്യാൻ സാധിക്കാത്തത് അല്ലാഹുവിൽ നിന്നുള്ളൊരു ശിക്ഷയാണ്. നമ്മൾ അതിനെ പേടിക്കണം. കാരണം നമ്മുടെ ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ വിരലുകൾക്കിടയിലാണ്. അല്ലാഹു ഉദ്ദേശിക്കുന്നത് പോലെ അതിനെ മാറ്റിമറയ്ക്കും. അതുകൊണ്ട് അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിലേക്ക് വിളിച്ചാൽ അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ അറിഞ്ഞാൽ അപ്പോൾ തന്നെ അത് പ്രാവർത്തികമാക്കുക. അത് പിന്നോട്ടേക്ക് വെക്കരുത്. കാരണം പിന്നീട് നമുക്ക് ആഗ്രഹമുള്ളപ്പോൾ അത് ചെയ്യാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾ ധിക്കരിക്കുന്നതിൽ നമ്മൾ അതീവ ജാഗ്രത പുലർത്തണം. അമലുകളിൽ മുന്നേറണം. ഇത് ഫിത്നയുടെ കാലഘട്ടങ്ങളിൽ സ്ഥൈര്യത്തോടുകൂടി, സ്ഥിരതയോടുകൂടി ഈമാനിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മളെ സഹായിക്കുന്ന കാര്യമാണ്. അവസാനത്തൊരു കാര്യം ആത്മാർത്ഥമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നുള്ളതാണ്. കാരണം മനുഷ്യൻ എത്ര തന്നെ പരിശ്രമിച്ചാലും അല്ലാഹുവിന്റെ തൗഫീഖ് അവനില്ല എങ്കിൽ, അല്ലാഹുവിന്റെ കഴിവ് അവന് അനുകൂലമായി ലഭിച്ചില്ല എങ്കിൽ, അല്ലാഹുവിന്റെ തൗഫീഖ്, അല്ലാഹുവിന്റെ അനുഗ്രഹം അവന് അനുകൂലമായി ലഭിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു വിരൽ തുമ്പ് അനക്കാൻ പോലും അവന് സാധിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ തൗഫീഖ് വളരെ പ്രധാനപ്പെട്ടതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൗലും ഖുവത്തും, അവന്റെ കഴിവും അവന്റെ തൗഫീഖും ഇല്ല എങ്കിൽ നമുക്കൊന്നിനും സാധിക്കുകയില്ല. അല്ലാഹുവിനെ അനുസരിക്കാൻ പോലും അല്ലാഹുവിന്റെ സഹായം ആവശ്യമാണ്. അതുകൊണ്ടാണ് എല്ലാ നിസ്കാര ശേഷവും അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹുവിനോട് അവന്റെ അടിമ ചോദിക്കണം, അല്ലാഹുവേ, നിന്നെ ഇബാദത്ത് ചെയ്യാൻ, നിന്നെ നന്ദി കാണിക്കാൻ, നിന്നെ ഓർക്കാൻ എന്നെ നീ സഹായിക്കണമേ. അല്ലാഹുവിന്റെ തൗഫീഖ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. അല്ലാഹുവിന്റെ തൗഫീഖിലേക്ക് സദാസമയം നമ്മൾ ആവശ്യക്കാരാണ്. ഈ ബോധം നമുക്കുണ്ടാകണം. ആ ബോധം മനസ്സിൽ ഉണ്ടായിരിക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഹിദായത്ത് നഷ്ടപ്പെടുമോ എന്ന പേടി മനസ്സിലുണ്ടായിരിക്കെ ഹിദായത്തിനോടുള്ള അങ്ങേയറ്റം താല്പര്യത്തോടുകൂടി അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. അല്ലാഹുവേ, എന്നിലേക്ക് തന്നെ ഒരു കണ്ണ് അത് ഇമവെട്ടി തുറക്കുന്ന സമയം പോലും എന്നിലേക്ക് നീ ഏൽപ്പിക്കരുത് എന്ന ദുആയിൽ നമുക്ക് വലിയ പാഠമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്കാൾ യഖീനുള്ള മറ്റാരാണുള്ളത്? അവിടത്തേക്കാൾ അല്ലാഹുവിൽ അറിവും അല്ലാഹുവിലുള്ള യഖീനുമുള്ള മറ്റാരാണുള്ളത്? ആ അല്ലാഹുവിന്റെ റസൂൽ സ്ഥിരമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ റബ്ബേ, ഞങ്ങളുടെ ഹൃദയത്തിനെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി പ്രാർത്ഥിച്ചിരുന്നു എങ്കിൽ നമ്മൾ എത്രത്തോളം ആ പ്രാർത്ഥന അധികരിപ്പിക്കണമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ശൈഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിനോട് ഒരിക്കൽ ചോദിച്ചു, വലിയ അറിവും ദീനുള്ള വിജ്ഞാനവുമെല്ലാം ഉള്ള അയാൾ ദീനിൽ നിന്ന് പുറത്തുപോയി, മുർത്തദ്ദായി. എന്തുകൊണ്ടായിരിക്കും ഇത്ര അറിവുള്ള ഒരാൾ മുർത്തദ്ദായി പോയിട്ടുണ്ടാവുക? ശൈഖിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്
സബ്ബിത് ഖൽബി അലാ ദീനിക എന്ന പ്രാർത്ഥന അയാൾ അധികരിപ്പിച്ചിട്ടുണ്ടായിരിക്കുകയില്ല എന്നാണ്. നമ്മൾ ചോദിക്കുക, അല്ലാഹുവിനോട് ധാരാളമായി ചോദിക്കുക. ദീനിൽ അതിൽ നിന്ന് തെറ്റിപ്പിക്കുന്ന ആശയക്കുഴപ്പങ്ങളും ദേഹേച്ഛകളും അടങ്ങിയ ഫിത്നകൾ നമ്മളെ ചുറ്റി പൊതിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ധാരാളമായി അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. അല്ലാഹുവേ, നീ ഹിദായത്ത് നൽകിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയത്തിനെ ഈ ഹിദായത്തിൽ നിന്ന് നീ തെറ്റിച്ചു കളയല്ലേ റബ്ബേ എന്ന ദുആ, അത് മുഅ്മിനീങ്ങളുടെ ദുആ ആയി അല്ലാഹു ഖുർആനിൽ കൊണ്ടുവന്ന ദുആ ആണ്. ഇങ്ങനെയുള്ള ദുആകൾ അധികരിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദീനിലുള്ള സബാത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.